യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം 1-ാം വാക്യം. കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വേച്ഛയെ അന്വേഷിക്കുന്നു, സകല ജ്ഞാനത്തോടും അവൻ കയർക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒറ്റയാനായിട്ട് നടക്കുക. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെയാണെങ്കിൽ നമുക്കറിയാലോ, ഒറ്റയാനായിട്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. ഇപ്പം നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം, അവർക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. വല്ല ഗവർണറായിരിക്കേണ്ട, കേന്ദ്രമന്ത്രിയായിരിക്കേണ്ട പലരും കൂട്ടം വിട്ട് നടന്നുകൊണ്ട് അവർക്ക് ആ പദവി നഷ്ടമായി. നമ്മുടെ വിഷയം ആത്മീയ സഭാജീവിതം. സഭാജീവിതത്തിൽ ഈ കൂട്ടം വിട്ട് നടക്കലുണ്ട്. എന്താ കാര്യം? കൂട്ടം വിട്ട് നടന്നാൽ ഇവന് വേറൊരാളുടെ താല്പര്യം നോക്കണ്ട, സ്വന്തം താല്പര്യത്തിൽ നടക്കാം. ഇവനാരും വിമർശിക്കല, ഇവൻ്റെ കുറവുണ്ടെങ്കിൽ ആരും പറയല. പ്രശസ്തനായ ഒരു സുവിശേഷകൻ പറഞ്ഞത്, ഈ റഫായ എഡ്ജുള്ള കല്ലുകൾ, ആ കല്ലുകളെല്ലാം കൂടെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഇട്ടിരിക്കുന്ന പോലെയാണ് സഭാജീവിതം. തട്ടുക മുട്ടുകയൊക്കെ ചെയ്യുന്നേ, കൂടെയുള്ളവനോട് അസൂയ തോന്നും. അവൻ ശുശ്രൂഷ പ്രാപിച്ച് എനിക്ക് ശുശ്രൂഷ കിട്ടിയില്ല, അവൻ്റെ ശത്രു രാഷ്ട്രീയക്കാരല്ല ഞാനായി മാറുകയാണ്. എൻ്റെ കൊച്ചിന് പാടാൻ അവസരം കിട്ടിയില്ല, അവൻ്റെ കൊച്ച് സ്റ്റേജിൽ പാടുന്നു, അസ്വസ്ഥത വരികയാണ്. അവൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടു, അവൻ കാറ് മേടിച്ചു, അവൻ്റെ ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും അനുഗ്രഹിക്കപ്പെട്ടു. നമ്മളിവിടെ തകർന്നു കിടക്കുന്നു. ഈ തട്ടലും മുട്ടലും എല്ലാം സഭയിലുണ്ട്. പക്ഷേ ഇതെല്ലാം സഹിച്ചങ്ങ് നിൽക്കണം. കുറച്ച് കഴിയുമ്പോൾ ഈ റഫ് എഡ്ജെല്ലാം പോയി സ്മൂത്ത് എഡ്ജാവും. ദാവീദ് 5 കല്ല് തോട്ടിൽ നിന്ന് മിനുസമുള്ളതെടുത്തു, അവൻ്റെ പൊക്കണത്തിലിട്ടു. അതിലൊരു കല്ലാണ് ഗോലിയാത്തിനെ തകർത്തത്. ഗോലിയാത്തിനെ തകർത്തതോടുകൂടി അവൻ്റെ സ്ഥിതി മാറി. ഇതുപോലെ നമ്മുടെ സ്ഥിതി മാറും. നമുക്കൊരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ഇവിടെ സകലവിധ ജ്ഞാനത്തോടും കയർക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെയാണ് പ്രധാന മർമ്മം കിടക്കുന്നത്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി, അവർ പൈപ്പിംഗ് വർക്കും മെക്കാനിക്കൽ വർക്കും സിവിൽ വർക്കും സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ വർക്കും കമ്മീഷനിങ്ങും എല്ലാം ചെയ്യും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും സഹകരിച്ച് സ്നേഹിച്ച് പോകുന്ന ഒരുത്തൻ, അവന് ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജ്ഞാനം കിട്ടും. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യം ഞാൻ നോക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുമെന്ന് പറഞ്ഞ് ആ മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാതെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവൻ അതിൽ തന്നെ ഒതുങ്ങിപ്പോകും. ഇതൊരു ഉദാഹരണമാണ്. ഇതുപോലെ സഭാജീവിതത്തിൽ മറ്റുള്ള സഹോദരങ്ങളുമായിട്ടും ശുശ്രൂഷകരുമായിട്ടും സഭകളുമായിട്ടും ദൈവദാസന്മാരുമായിട്ടും ആത്മമണ്ഡലത്തിൽ ദൈവഹിതപ്രകാരം ദൈവസ്നേഹത്തിലൊരു ബന്ധം പുലർത്തിയാൽ, ശലോമോനെക്കുറിച്ച് പറയുന്നത് എന്താണ്? ചുവരിലെ പായൽ തൊട്ട് ലെബനോനിലെ ദേവദാരു വരെ ഈ പുള്ളിക്കാരനറിയാം. എന്തിനാ എഴുതി വെച്ചിരിക്കുന്നത്? കൊതിക്കാനല്ല, നിനക്കതുപോലെ ദൈവം തരും, ജ്ഞാനം തരും, നിൻ്റെ പ്രഭാഷണം മാറും, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇവനാൾ ചില്ലറക്കാരനല്ല, ഇവൻ സഭയിലെ അംഗമാണ്. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും അവർ സാധാരണ മനുഷ്യരെന്ന് ഗ്രഹിക്കയാലും പണ്ഡിതന്മാർ ശാസ്ത്രിമാർ ആശ്ചര്യപ്പെട്ടു. യേശുവിനോട് കൂടെയുള്ളവർ എന്നറിഞ്ഞു. നീ സഭയിലെയാണെന്ന് നീ പറയാതെ, നിൻ്റെ വേഷം കാണാതെ, നിൻ്റെ വർത്തമാനം കേട്ടവരറിയും. ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടൊരു സഭാ ജീവിതത്തിനുള്ള കൃപയും കൃപാവരവും നൽകട്ടെ. ആമേൻ.